രഞ്ജിത്ത്, എനിക്ക് ഇന്ന് നിന്നോട് ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രോമയ്ക്ക് കാരണമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. അതെ. സമൂഹം ഒരു ചെറുപ്പക്കാരനോട് ഒരു കാലം എത്തുമ്പോൾ ആദ്യം ജോലി ഒന്നും ആയില്ലേ, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ സമൂഹത്തിന് പിന്നെയും അവനെ കുറിച്ചൊരു വേവലാതി വരും. എന്തേ ഇവന് കല്യാണമാകാത്തത്? അങ്ങനെ നാട്ടുകാരുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഒരു പെണ്ണ് കാണല് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് മുന്നോട്ട് പോവുകയാണ് ആ ഒരു യുവാവ്. അങ്ങനെ അവിടെ എത്തുമ്പോഴും അവന് ഒരു വലിയൊരു കടമ്പയുണ്ട്. പെൺകുട്ടികളുടെ ഒരു വല്ലാത്ത ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമല്ല ഇവരുടെ ഓരോ കൺസേൺ ഉണ്ടല്ലോ. അതായത് ഒരു ഭാവി പുരുഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കൺസേൺ. അതായത് അവൻ വെൽ സെറ്റിൽഡ് ആയിരിക്കണം, കാണാൻ ചാമിങ് ആയിരിക്കണം, കൂടാതെ ഏജ് കൂടുതലാവരുത്. അങ്ങനെ അവന്റെ ഫിസിക്കൽ അപ്പിയറൻസ് മുതൽ പ്രൊഫഷൻ, അങ്ങനെ അവന്റെ ലൈഫ് സ്റ്റൈൽ വരെ ഇവരുടേതായിട്ടുള്ള ഒരു കൺസേൺ ആവും. ആ ഒരു സാഹചര്യത്തിൽ ഈ യുവാക്കൾ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത് അവന്റെ വിവാഹ സമയമാവുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണോ? തീർച്ചയായിട്ടും ആയിരിക്കും. ഇപ്പം പുരുഷന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീകളുടെ കാര്യത്തിലും ഇത് വരുന്നുണ്ട്. അതായത് ഈ പെണ്ണ് കാണല്, പിന്നെ ഇതുപോലുള്ള അവരെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന, ഇതെല്ലാം രണ്ട് കൂട്ടരിലും ഉണ്ട്. എങ്കിൽ കൂടി പുരുഷന്മാരുടെ ചില കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ മുമ്പ് ഏതൊക്കെയോ ട്രോളിൽ കണ്ടിട്ടുണ്ട്. സ്ത്രീകള് അണിഞ്ഞൊരുങ്ങി വന്നൊരു പോത്തിനെ പോലെ നിൽക്കുന്നു, പശുവിനെ പോലെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കച്ചവടം ഉറപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇത്. അതായത് വിവാഹം അല്ലെങ്കിൽ ഈ ഒരു പെണ്ണുകാണൽ എന്ന് പറയുന്നത് കാലിച്ചന്തയിൽ ചെന്ന് ഒരു ലക്ഷണമൊത്ത ഒരു മാടിനെ വില പറഞ്ഞ് അതിനെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം നോക്കുന്നു. ഇത് ഈക്വൽ അല്ലേ? അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു, നമുക്ക് പെൺവീട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിൽ അവരും വിളിച്ചു പറയാറുണ്ട്, ആണുങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരും പറയാറുണ്ട്. ഇത് ഈക്വൽ ആണ്. ഇപ്പൊ പെണ്ണ് കാണലുണ്ടെങ്കിൽ തന്നെ അത് പ്രാകൃതമായിട്ടൊരു ആചാരമാണെന്ന ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി പറയുന്നത്. അത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറും. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആണുങ്ങളുടെ, അതായത് പുരുഷന്മാരുടെ ചില വിഷമങ്ങളെ പറ്റി ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പെണ്ണ് കിട്ടാൻ ഇപ്പം പാട് പുരുഷന്മാർക്കാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്ക്. കാരണം ഇപ്പം ജോലി, പിന്നെ സാമ്പത്തിക ഭദ്രത, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കും. മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇത് എനിക്ക് പരിചയമുള്ള ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു പെണ്ണ് കാണാൻ പോയിരുന്നു. ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ ഒരു കണക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അടുത്ത ഒരു എന്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവൻ കഴിഞ്ഞ ആഴ്ച അവന്റെ എന്താ പറയാ പെണ്ണ് കാണൽ ചടങ്ങായിരുന്നു. ഇവൻ ഒരു ബ്രോക്കർ പറഞ്ഞനുസരിച്ച് ഒരു അലയൻസ് വരുന്നു. ഇവൻ ഫാമിലി ഒത്ത് അല്ലെങ്കിൽ ബ്രോക്കറിനൊപ്പം ആ പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുന്നു. ഇവന് മുടി കുറവാണ്, അതുപോലെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്. ആ പെൺകുട്ടിക്ക് 21 22 സംതിങ് ഏതാണ്ട് എൻ്റെ ഓർമ്മ, എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പെണ്ണ് കാണുന്നു, ആ പെൺകുട്ടി വരുന്നു, കാര്യം അതുവരെ എല്ലാം സ്മൂത്താണ്. അങ്ങനെ എന്താ പറയുക, അവരുടെ അതായത് പെണ്ണിന്റെ കുടുംബത്തിൽ നിന്നുള്ള കാരണവന്മാരുണ്ടാവില്ലേ, എല്ലാ കുടുംബത്തിലും കാരണവന്മാരും എല്ലാവരും കൂടി ചേർന്നായിരിക്കും ഈ ഒരു ചടങ്ങ് നടത്തുക. അപ്പോഴത്തേക്കിനും അവർ ഈ ഒരു പയ്യനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് സ്കാൻ ചെയ്യാൻ തുടങ്ങി. അവനോട് അവന്റെ ജോലിക്കാര്യം, കുടുംബത്തിന്റെ കാര്യം, നാട്ടുകാര്യം, ലോകകാര്യം വരെ ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്ത വിമുഖതയാണ് ഇവനോട് സംസാരിക്കാൻ. കാരണം ഇവൻ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി ഒട്ടും വിട്ടു പറയുന്നില്ല. എന്തെങ്കിലും റിലേഷൻ ഉള്ളതാണോ അല്ലെങ്കിൽ ഈ ഒരു അലയൻസിന് താല്പര്യമില്ലാത്തതാണോ ഒന്നും അറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. പിന്നെയാണ് അവരുടെ വീട്ടുകാര് പറയുന്നത്, അതായത് ചെറുക്കൻ ഇതുപോലെ ഏജ് കൂടുതലാണ്, കൂടാതെ മുടിയുടെ ഇഷ്യൂ ഉണ്ട്, പിന്നെ സ്റ്റാറ്റസ് പോരാ. അതായത് സർക്കാർ ജോലി ഇല്ല. സർക്കാർ ജോലി അത് അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയാ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ സേഫ് സോണിലുള്ള ഒരു ജോലി ഇല്ല എന്നുള്ളത് മറ്റൊരു പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കോൺസെപ്റ്റുകളൊന്നും ഇവൻ ഒത്തുവരുന്നില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇതുപോലെ കോൺസെപ്റ്റ് ഇല്ലാത്ത
യുവാക്കൾ ഇതുപോലെ ആജീവനാന്ത സിംഗിൾ ആയിട്ട് ജീവിക്കാനാണോ വിധി? ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന, അതായത് ഇപ്പൊ പുരുഷന്മാർ ഈ കല്യാണ സമയമൊക്കെ ആവുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നേരവണ്ണം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷ ഇതെല്ലാം വേണം, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കണം, അതെല്ലാം. പക്ഷെ അതേസമയം പുരുഷന്മാരുടെ വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണാനിന്റെ സമയത്ത് ഈ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ത്രീകളെ സ്കാൻ ചെയ്യുന്നത്. ഇപ്പൊ ആഷിഖ് പറഞ്ഞില്ലേ, അപ്പൊ പെണ്ണിന് മുടിയുണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ തിരിച്ചും ചെയ്യുന്നില്ലേ? ഇതവർ തിരിച്ചും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടില്ല. പിന്നെ സാമ്പത്തിക ഭദ്രത, പെങ്ങളെ ഉണ്ടെങ്കിൽ പെങ്ങളെ കെട്ടിച്ചു വിട്ടാണോ, കടവ് എത്രത്തോളം ഉണ്ട്, ചെറുക്കൻ്റെ ജോലി എത്ര, മാസ വരുമാനം എത്ര, അവരുടെ ആസ്തി എങ്ങനെ, ഇതൊക്കെ എല്ലാം നോക്കും. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന പോലെ തന്നെ പുരുഷധനവും ഇവർ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ എൻ്റെ ആഷിഖിന്റെ കൂട്ടുകാരൻ്റെ കാര്യത്തിൽ. അപ്പൊ അവർക്ക് ഓക്കെ എന്തെങ്കിലും കാര്യം താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതല്ലാതെ ഇങ്ങനെ ഇതേ രീതിയിൽ ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. ഫാമിലി ലൈഫായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്നത്. ഏറെക്കുറെ ഈ, അതായത് സിംഗിൾ ലൈഫ് ആസ്വദിച്ച് അവരുടെ വഴിക്ക് പോകുന്ന ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ഫാമിലി ലൈഫ്, അതായത് നല്ലൊരു കുടുംബ ജീവിതമായിട്ട് മുമ്പോട്ട് ഏറ്റവും കൂടുതൽ ലോയലായിട്ട് നിൽക്കുന്ന ആൺകുട്ടികൾക്ക് ഇത് ഉണ്ടാകുന്നത്. മറ്റവർക്കൊന്നും അത്ര പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. അപ്പോൾ ഇവർക്ക് ഫാമിലി ലൈഫിനോട് താല്പര്യമുണ്ട്. ഇങ്ങനൊരു കൺസെപ്റ്റ് ഇരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോയൽറ്റിയാണ്. അവർക്ക് ഇതേപോലെ ഒരുപാട് സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അവരൊരു അത്യാവശ്യം ഒരു ഒതുങ്ങിയ ജീവിതമായിരിക്കും. പക്ഷെ ഇവർക്ക് ഒരു പ്രണയമോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ വളരെ സാധ്യതയും കുറവാണ്. പ്രണയങ്ങളും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത് അവരെ മാനസികമായിട്ട് ഒരുപാട് ബാധിക്കും. അതായത് ഒരുപാട് ഈ പ്രായം പോകുന്തോറും ജോലിക്കാര്യങ്ങൾ വേറെ, ഇതിനിടയ്ക്ക് വീട്ടുകാരുടെ ചോദ്യങ്ങൾ വേറെ, നാട്ടുകാരുടെ ചോദ്യങ്ങൾ വേറെ. നമുക്കിപ്പം പുരുഷന്മാർക്കെന്ന് പറയുമ്പം പെണ്ണ് കെട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോക്ക് നടക്കില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെറുതായിട്ട് അകറ്റി തോന്നും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും. അതായത് ഇവരെ ഇപ്പോ കല്യാണം കഴിക്കാത്തൊരു സുഹൃത്തുണ്ടെങ്കിൽ, ഇപ്പൊ ഏകദേശം ആൾക്കാർ കല്യാണം കഴിഞ്ഞ് പോയെന്നിരിക്കട്ടെ, അപ്പൊ കല്യാണം കഴിക്കാത്ത സുഹൃത്തുക്കളുമായിട്ട് ഇവരൊരു അകലം പാലിക്കും. അവരെ ഒറ്റപ്പെട്ടു പോകുന്ന ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഇത് മൊത്തത്തിൽ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം, എനിക്ക് മിക്കപ്പോഴും ഇൻസ്റ്റാ ഫീഡ് വരുന്ന ഒരു വീഡിയോ, ഒരു ട്രോളുണ്ട്. അതായത് 90s കിഡ്സ്, നമ്മളെല്ലാം 90s ആണ്. അപ്പോ നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്ത് നമുക്കൊരു 10, 12 അല്ലെങ്കിൽ 15 വയസ്സ് വരെ ആകുമ്പോൾ ഒരു 10-25 വയസ്സ് വരെയുള്ള ചേട്ടന്മാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, വല്ലാത്തൊരു ബഹുമാനം, അല്ലെങ്കിൽ ഇവർ ഇത്ര വലിയവരാണ് എന്നുള്ളൊരു ബഹുമാനമുണ്ട്. ആ സമയത്ത് അവരുടെ കല്യാണമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ തിരിച്ച് ഈ 90s കിഡ്സ് വലുതായി ഒരു വിവാഹപ്രായം എത്തി അവർ വക്കത്തോളം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറ, ആ ഒരു ജനറേഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായിട്ട് കല്യാണം കഴിച്ച് സെറ്റിൽ ആവുന്ന ഒരു അവസ്ഥ. നമുക്ക് മുമ്പിലോട്ടുള്ള ഒരു കല്യാണം കഴിച്ചു പോയി, നമ്മൾ ആ ഏജിലെത്തി നമുക്ക് ശേഷമുള്ള ഒരു കല്യാണം കഴിയും. നമുക്ക് കല്യാണം ഇല്ലേ? അതിപ്പോ അല്ല, ഇതിപ്പോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും അറിയായിരിക്കും കല്യാണം കഴിയാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന 90s. അതെ, കല്യാണം ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിമാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് അത് പ്രശ്നം. ഇപ്പൊ ഏജ് ഗ്യാപ്പ് എന്ന് പറയാം, പണ്ട് 5, 6, 7 ഒക്കെ എന്ന് പറയുന്നത് നോർമൽ, ഒരു 6 വയസ്സ് വരെ എന്നുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ്, ഏജ് ഗ്യാപ്പ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോ ഒരു 2 വയസ്സിൽ കൂടുതലൊന്നും ആർക്കും അങ്ങനെ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല. മാക്സിമം ഇപ്പൊ 22 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 25 വയസ്സിന് മേളില് അല്ലെങ്കിൽ അധികം, ഇപ്പോ സമപ്രായമുള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ ഓക്കെ, ഫുൾ കൺവിൻസ്ഡ് ആണ്. അതല്ല, ഒരു മാക്സിമം പോയാൽ ഒരു 3 വയസ്സിന്റെ വരെ ഡിഫറൻസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ തൊഴിലിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടും കല്യാണം കഴിക്കാനുള്ള ഒരു ഏജിന്റെ ഒരു ബാർ മുന്നോട്ട് തള്ളി പോകുന്ന യുവാക്കൾക്ക്, അല്ലെങ്കിൽ യുവത്വത്തിൽ നിന്ന് താഴത്തേക്ക് പോവാൻ നിൽക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവർക്ക് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് ഈ ഒരു കോൺസെപ്റ്റ് നൽകുന്നുണ്ട്, ഉണ്ടാവും. അതായത് ഇപ്പം ആഷിഖ് പറഞ്ഞ പോലെ അതൊരു പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ആവാതെ, അതായത് ഇപ്പം സ്ത്രീകളുടെ കാര്യം വരുവാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ജീവിതത്തിൽ, അതായത് ഇപ്പൊ എക്സാമിന് വല്ലതും തോറ്റെന്നിരിക്കട്ടെ, കൂടിപ്പോയി ഞാൻ കല്യാണം കഴിച്ചു വിടും എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ബോയ്സിന്, അതായത് പുരുഷന്മാർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫുൾ അവൻ നോക്കണം. കടങ്ങൾ എല്ലാം ഒതുക്കി അവന്റെ ജീവിതം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ മാത്രമേ
അവന് അതിന് സാധിക്കും. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഒരു ഇപ്പോൾ കോമ്പറ്റീഷൻ അറിയാലോ, ഒരു 20,000 30,000 എന്ന് പറയുന്നതൊന്നും ഇപ്പോൾ ഒന്നുമല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജിലേക്ക് എത്തുന്ന സമയത്ത് അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചാണല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് ഏജ് മുമ്പോട്ട് പോകും. അപ്പോൾ ഇവർക്ക് ഇത്ര, അതായത് പെൺവീട്ടുകാർക്ക് ഇത്ര സാലറിയും വേണം, ജോലിയും നന്നായിരിക്കണം. നമുക്ക് ആ സാലറിയിലൊക്കെ എത്താനുള്ള സമയവും അതിക്രമിക്കും, ആ സമയത്ത് നമ്മുടെ ഏജും പോകും. അപ്പോൾ ഇവിടെ ഏജ് പ്രശ്നമാവും. എനിക്കിപ്പോൾ അറിയാവുന്ന 2 സംഭവം, എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിൽ അല്ലെങ്കിൽ പെണ്ണിൻ്റെ കുടുംബത്തിന് വേണ്ടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പല നിബന്ധനകളുണ്ടല്ലോ, ആ നിബന്ധനകളെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു യുവാവ്. ആ യുവാവിന് ഏതാണ്ട് 25 വയസ്സ് മുതൽ അവന് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തെല്ലാം ഇവന് എന്താ പറയുക, അവരുടെ ഫാമിലി ഇതുപോലെ ഓരോ കണ്ടീഷൻസ് വെക്കുകയാണ്. ആ കുട്ടി വെൽ സെറ്റിൽഡ് ആയിരിക്കണം, എഡ്യൂക്കേറ്റീവ് ആയിരിക്കണം, കൂടാതെ ആ കുടുംബം ഓർത്തഡോക്സ് ആയിരിക്കണം, ഫാമിലിയുടെ 3 4 തലമുറയെങ്കിലും വെൽ സെറ്റിൽഡ് ആയിരിക്കണം. ഇതുപോലെ പലവിധ, പിന്നെ അതിന്റെ കൂടെ സ്ത്രീധനം, അത് അവർ പരസ്യമായിട്ടല്ല, അതായത് വളഞ്ഞു പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ പലവിധ കണ്ടീഷൻസ് വെച്ച് അവസാനം ഇതെല്ലാം വന്നതെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവസാനം അദ്ദേഹത്തിന് 35 വയസ്സിനടുത്തായി. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് പെണ്ണ് കിട്ടുന്നില്ല, അത് പറ്റിയ ആലോചന വരുന്നില്ല. പക്ഷെ ഈ വരുന്ന ആലോചനകളിലെല്ലാം റിജക്റ്റ് ആയി പോകുന്ന ഇദ്ദേഹത്തിന്റെ പ്രായമാണ്. അദ്ദേഹത്തിന് വെൽ സെറ്റിൽഡ് ആണ്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഫാമിലി എല്ലാം അത്യാവശ്യം നല്ല ഫേമസ് ഫാമിലി ഒക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് പെണ്ണ് കിട്ടുന്നില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ഏജ്. ആ ഒരു സമയത്ത് ഇദ്ദേഹം തള്ളിക്കളഞ്ഞ ആലോചനകളെല്ലാം ഇദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. അതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, പുരുഷന്മാരുടെ പ്രശ്നങ്ങളും അത്യാവശ്യം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപാട് പുരുഷന്മാർ ഇപ്പം ഇത് കല്യാണം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടൊന്നല്ല. ഇപ്പോൾ സിംഗിൾ ലൈഫ് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സ്ഥിതി വെച്ചിട്ട് കല്യാണം കഴിക്കാത്ത ആണുങ്ങളെ ഒറ്റപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല, ഈ ഒരു യുവാവ് അവന് സിംഗിൾ ലൈഫ് മതി എന്ന രീതിയിലേക്ക് അവനെ തള്ളി വിടുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സമൂഹമാണ്. ഇപ്പോഴത്തെ സമൂഹം കുറ്റപ്പെടുത്തി അവസാനം അവൻ തന്നെ തീരുമാനിക്കുകയാണ്, എനിക്കിനി സിംഗിൾ ലൈഫ്, അത് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സാലറി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട്, ഇനി മറ്റൊരാളെ എനിക്ക് അഫോർഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന യുവാക്കൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ തന്നെയുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ അവരെ തള്ളിവിടുന്നത് ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ആ ഒരു പ്രജുസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. ആ ഒരു സമീപനമാണ് ഇപ്പോൾ തിരുത്തേണ്ടത്. അതെ, ഈ ഒറ്റപ്പെടുത്തലുകൾ മാറ്റണം. ഇപ്പൊ കല്യാണം കഴിക്കൂല്ലയോ എന്നുള്ളത് വിഷയമല്ല, പക്ഷെ ഈ ഒറ്റപ്പെടുത്തലുകൾ അത് മാനസികമായിട്ട് ഒരാളെ വളരെയധികം തളർത്തും. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, സിംഗിൾ ലൈഫ് അതാണ് നല്ലതെന്ന്. തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ചിലപ്പോൾ അതായിരിക്കും. ഇപ്പോൾ ഉള്ള എല്ലാവരും തിരഞ്ഞെടുക്കുന്ന കാര്യം അതെ, വലിയ കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്നവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ച് കമ്മിറ്റ്മെന്റ് ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവരെ അങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ കല്യാണം കഴിക്കാത്തവർ ഒരിക്കലും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തരുത്. അവരെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുന്ന രീതിയുണ്ട്. നമ്മൾ കൂട്ടുകാരന്മാരെ കല്യാണം കഴിക്കുന്ന സമയത്ത് സമൂഹത്തിന് ബാക്കിയുള്ളവർക്ക് ചില ചൊറിച്ചിലുണ്ടോ ഇവരോട്? താരതമ്യപ്പെടുത്തലാണ്. കല്യാണം കഴിക്കാത്ത, കാരണം കല്യാണം കഴിച്ചാലേ സെറ്റിൽ, കല്യാണം കഴിച്ചാലേ ജീവിതം പൂർണ്ണമാകുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറേണ്ട സമയമായി. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്.